അതല്ല, തീർച്ചയായിട്ടും ദയാപൂർണമായ പരിചരണം ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷെ അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടുന്ന സാഹചര്യങ്ങളോ അവിടെ പരാജയപ്പെടുന്നു നമ്മൾ. അതിലാണ് ആരോഗ്യരംഗം നമുക്ക് മോശമായി പോയത്. അതെ, ആരോഗ്യ മേഖല ICU എന്ന വാക്ക് അതൊരു മാധ്യമങ്ങളുടെ ഒരു സവിശേഷമായ അലങ്കാര പ്രയോഗമോ ഉപമയോ ഒക്കെ ആയിട്ട് തെറിച്ചു നിൽക്കുന്ന ഒരു വാക്കാണ്. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ശ്രീ രാമേന്ദ്രൻ സംസാരിക്കുകയുണ്ടായത്. അതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ICUവിലാക്കുക എന്ന് പറഞ്ഞാൽ അത്രയധികം ശ്രദ്ധയോടുകൂടി അതിതീവ്രമായിട്ടുള്ളൊരു പരിചരണം കൊടുക്കുന്നു. ആരോഗ്യമേഖലയ്ക്കും അങ്ങനെ ഒരു പരിചരണം കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്ന് തിരിച്ചു ചോദിക്കുകയും ചെയ്യാം. എന്തായാലും അതിൻ്റെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകരുടെയൊക്കെ പ്രതികരണങ്ങൾ എടുത്തപ്പോൾ, അത് കൊല്ലം ജില്ലയിൽ നടത്തിയപ്പോഴും പാലക്കാട് ജില്ലയിൽ ആ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോഴൊക്കെ ഇപ്പോൾ ശ്രീ രാമേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെയുള്ള പരാതികൾ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവർ പറഞ്ഞ കാര്യം, ജനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വലിയ അളവിൽ വിശ്വാസ്യതയോടുകൂടി ആശുപത്രികളിലേക്ക്, സർക്കാർ ആശുപത്രികളിലേക്ക് ചെല്ലുന്നു. അങ്ങനെ ഒരു വിശ്വാസ്യത അവരിൽ ഉണ്ടായിട്ടുണ്ട്, ഒരു പക്ഷേ കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു വിശ്വസിച്ചെല്ലാവുന്ന ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്ന, അത്യാധുനിക ചികിത്സകളൊക്കെ ലഭിക്കുന്ന ഇടങ്ങളായിട്ട് നമ്മളുടെ ആശുപത്രികൾ മാറിയിരിക്കുന്നു ഇതര സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ ജനസാന്ദ്രത കൂടുന്നു. അതിനൊപ്പം തന്നെ OPയിലേക്ക് ചെല്ലുന്നവരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവുണ്ടാകുന്നു. ആ വർധനവ് എത്രത്തോളം വലിയ അടിസ്ഥാന സൗകര്യം ആശുപത്രികളിൽ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അതിന് മുകളിൽ ഈ ആൾക്കൂട്ടത്തിൻ്റെ വിശ്വസിച്ചുള്ള വരവുണ്ടാവുന്നു എന്നുള്ള ഒരു പ്രതികരണവും മറുഭാഗത്തിൽ ലഭിക്കുകയുണ്ടായി. എന്തായാലും അദ്ദേഹം സൂചിപ്പിച്ചതിൽ മറ്റൊരു കാര്യം, ആരോഗ്യ മേഖലയെക്കുറിച്ച് അതിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കുക എന്നതിലുപരി ആരോഗ്യം നഷ്ടപ്പെടാത്ത രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു പൊതുസമൂഹത്തെ വളർത്തിയെടുക്കാൻ, ആരോഗ്യശീലത്തോടുകൂടി വളർത്തിയെടുക്കാൻ ഭരണകൂടത്തിന് കഴിയുന്നുണ്ടോ എന്നുള്ളതും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാറിന് 2030 പാലക്കാട് ജില്ലയുടെ ആരോഗ്യ മേഖല എങ്ങനെയാവണം, നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചിട്ട് ധാരാളം പറയാൻ കഴിയും. പക്ഷേ 2030 BJP നേതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഇങ്ങനെയുള്ള ഒരു പാലക്കാടാണ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾക്ക് അതൊരു പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് വയ്ക്കാൻ കഴിയും. ശ്രീ കൃഷ്ണകുമാർ. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാ പറയുക. ആരോഗ്യമുള്ള ശരീരത്തിൽ നല്ല ചിന്തകളുണ്ടാകും. അപ്പോൾ മനുഷ്യൻ്റെ ആരോഗ്യം ഏറ്റവും പ്രധാനം. പാലക്കാടിനെ സംബന്ധിച്ചോളം എൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം പാലക്കാടിന് എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പാലക്കാടിന് നൽകണമെന്നാണ്. പാലക്കാടിൻ്റെ കേരളത്തിലെ മറ്റ് ഏത് ജില്ലയായിട്ട് താരതമ്യം ചെയ്താലും പാലക്കാട് ചികിത്സാ രംഗത്ത് ഏറ്റവും പുറകിലാണ്. നല്ല ചികിത്സ കിട്ടണമെങ്കിൽ പാലക്കാട്ടുകാരെ സംബന്ധിച്ചോളം സ്വകാര്യ ആശുപത്രികളെങ്കിൽ കോയമ്പത്തൂർ, തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളം പോകണം. മെഡിക്കൽ കോളേജുകളാണെങ്കിൽ കോഴിക്കോടോ അല്ലെങ്കിൽ തൃശ്ശൂരോ പോകണം. പാലക്കാടിന് ഒരു എയിംസ്, അത് പാലക്കാടിന് ഒരുപാട് എയിംസ് തുടങ്ങാനുള്ള സാധ്യതകൾ പാലക്കാടിന്. ഒന്ന്, നിലവിലുള്ള മെഡിക്കൽ കോളേജ് അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒരു എയിംസ് ആക്കി മാറ്റാം. എല്ലാ കെട്ടിടങ്ങളും എല്ലാം ഉണ്ട് അവിടെ. എയിംസ് പാലക്കാടിന് സംസ്ഥാന സർക്കാർ കേരളത്തിന് അനുവദിക്കുന്ന എയിംസ് പാലക്കാട് നൽകിയാൽ അത് പാലക്കാട് ആരംഭിക്കാൻ, മണിക്കൂറുകൾക്കുള്ളിൽ ആരംഭിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം, അടിസ്ഥാന സൗകര്യം പാലക്കാടിന് മെഡിക്കൽ കോളേജിന് അവിടെ അനുബന്ധിച്ച് ചെയ്യാം. ഇനി മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ നമ്മുടെ കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വരുന്നതോട് കൂടിയിട്ട് പാലക്കാട് നിലവിലുള്ളതിനേക്കാളും എത്രയോ ഇരട്ടി ആളുകൾ വന്ന് താമസിക്കാൻ പോകും. അവരെല്ലാം മെഡിക്കൽ ഫെസിലിറ്റിയെ സംബന്ധിച്ച് ആശങ്കയുണ്ടാവും. മെഡിക്കൽ ഫെസിലിറ്റി വേണം, തൊഴിലാളികളായാലും ശരി, അതുപോലെ തന്നെ മറ്റ് മേഖലയിലുള്ള ആളുകൾ വരുന്ന സമയത്തെല്ലാം ആവശ്യത്തിനുള്ള നല്ല ആധുനിക രീതിയിലുള്ള ചികിത്സ ലഭ്യമാവണം പാലക്കാട്. നമ്മുടെ കഞ്ചിക്കോടുള്ള റെയിൽ കോച്ച് ഫാക്ടറിയുടെ സ്ഥലം അതിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. സ്ഥലം അക്യൂർ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ആ എയിംസ് പാലക്കാടിന് വേണ്ടി നേടിയെടുക്കുക, പാലക്കാടിന് അനുവദിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് 2030 ചികിത്സാ രംഗത്ത് പാലക്കാടിൻ്റെ ഏറ്റവും വലിയ ഒരു ആവശ്യം. അട്ടപ്പാടി ആലപ്പുഴ ജില്ലയെക്കാളും വലുപ്പമുള്ള സ്ഥലമാണ്. ഒരു താലൂക്ക് ആശുപത്രിയുടെ ക്ലാസ്സിലുള്ള അതേ റേഞ്ചിലുള്ള ഒരു ഹോസ്പിറ്റൽ പോലും ഇല്ല. അവിടെയുള്ളത് ഒരു ഹെൽത്ത് സെൻ്ററാണ്. അതിന് ആവശ്യമായിട്ട് സൗകര്യങ്ങൾ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അവിടെ സ്റ്റാഫ് ഫെസിലിറ്റി ഇല്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അട്ടപ്പാടിയിൽ നിന്ന് ഒരാൾ ചികിത്സയ്ക്കായിട്ട് പോകുന്നത് പെരിന്തൽമണ്ണയിലാണ്. 100-120 കിലോമീറ്റർ അപ്പുറത്ത് അത്യാസന്ന നിലയിലായിട്ടുള്ള ഒരാൾ ചികിത്സയ്ക്ക് പോകുന്നത് പെരിന്തൽമണ്ണയിലാണ്, അല്ലെങ്കിൽ പാലക്കാട് മെഡിക്കൽ കോളേജിലാണെങ്കിൽ തൃശ്ശൂരിലാണ്. അപ്പോൾ ഇതിനെല്ലാം പരിഹാരമായിട്ട് എയിംസ് പാലക്കാടിന് നേടിയെടുക്കുക, അതോടൊപ്പം തന്നെ
പാലക്കാട് ജില്ല അട്ടപ്പാടി പോലെയുള്ള പ്രദേശങ്ങളിൽ താലൂക്ക് ആശുപത്രിയുടെ നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അത് പാലക്കാടിനെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട കാര്യമാണ്. ESI ഹോസ്പിറ്റൽ, ESIയുടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പാലക്കാട് വരണം. അത് വരണം. കാരണം പാലക്കാട് ഏകദേശം ESIയുടെ PF-ൻ്റെ ഒക്കെ രജിസ്ട്രേഷനുള്ള 1 ലക്ഷത്തിനടുത്ത് തൊഴിലാളികളുണ്ട്. അവർക്ക് ESI ഫെസിലിറ്റി എന്ന് വേണമെങ്കിൽ റെഫറൽ ഹോസ്പിറ്റൽ ESIയുടെ ഹെൽത്ത് സെൻ്ററിൽ പോയി ചെക്ക് ചെയ്ത് അവർ പോകുന്നത് സ്വകാര്യ ആശുപത്രിയുടെ അല്ലെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിനാണ്. അതിന് പകരം ESIയുടെ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പാലക്കാട് ആരംഭിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി കൂടി വരുന്നതോടുകൂടിയിട്ട് നിലവിലുള്ള തൊഴിലാളികളുടെ എണ്ണത്തിൽ ഇരട്ടിയാണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും പാലക്കാടിന് ഒരു ESI സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആവശ്യമാണ്. അത് പാലക്കാടിനായിട്ട് വേണം. അത് നിർബന്ധമാണ് പാലക്കാടിനെ സംബന്ധിച്ചോളം. കൊച്ചിയിലുണ്ട് ESIയുടെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. ഇന്ന് ചികിത്സ ആയുർവേദത്തെ സംബന്ധിച്ചോളം ഹെൽത്ത് ടൂറിസം എനിക്കറിയാം. ഹല്യ പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഈ കർക്കിടക മാസത്തിൽ ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്കായി വരുന്നത് തമിഴ്നാടുകാരാണ്. നമുക്ക് ആയുർവേദ മേഴത്തൂർ പോലെയുള്ള തൃത്താലയിലെ മേഴത്തൂർ പോലെയുള്ള ഇന്ത്യ മുഴുവൻ പ്രശസ്തമായിട്ടുള്ള ആയുർവേദ രംഗത്ത് പ്രശസ്തരായിട്ടുള്ള ആളുകൾ പാലക്കാടുണ്ട്. കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയുടെ ഫാക്ടറി പാലക്കാടുണ്ട്. അപ്പോൾ ആയുർവേദത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സയ്ക്കൊപ്പം തന്നെ പാലക്കാടിൻ്റെ ടൂറിസം, ഒരാൾ ചികിത്സയ്ക്ക് വരുന്ന സമയത്ത് ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിന് വരുന്ന സമയത്ത് 15-20 ദിവസം പാലക്കാട് ഉണ്ടാവുകയാണ്. അപ്പോൾ ഹെൽത്ത് ടൂറിസം എന്നുള്ള രീതിയിൽ പോലും ആയുർവേദത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ പാലക്കാടിനൊരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം കൂടിയാണ്. അപ്പോൾ ഈ സാധ്യതകൾ പാലക്കാടിനായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ ചികിത്സാ രംഗത്ത് പാലക്കാടിന് മുന്നേറാൻ പറ്റും. ഇതിൽ ജലത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ പകരുന്നത്. പാലക്കാട് എനിക്കറിയാൻ കഴിഞ്ഞത് മലമ്പുഴ ഡാം മലിനീകരിക്കപ്പെടുന്നുണ്ട്, ജലസ്രോതസ്സുകൾ മലിനീകരിക്കപ്പെടുന്നുണ്ട്. ആ ജലസ്രോതസ്സുകളും മലമ്പുഴ ഡാമും മറ്റ് ഡാമുകളും മലിനീകരിക്കപ്പെടുന്നത് തടയണം. അത് തടഞ്ഞാൽ പാലക്കാട്ടിലെ ഒരുവിധം ത്തിലുള്ള രോഗവ്യാപനമെല്ലാം തടയാൻ വലിയ രീതിയിൽ നമുക്ക് കഴിയും. അപ്പോൾ അതൊരു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ്. അപ്പോൾ അതിനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ജല സ്രോതസ്സുകൾ മലിനമാക്കപ്പെടുന്നത് തടയുക എന്നുള്ളത്. വ്യാവസായിക വികസനത്തെക്കുറിച്ച് സംസാരിച്ചത് അതിൻ്റെ പിറകെയാണ് നമ്മൾ ആരോഗ്യ മേഖലയെക്കുറിച്ച് സംസാരിച്ചത്. വാസ്തവത്തിൽ വ്യാവസായികമായിട്ട് ഒരു സംസ്ഥാനം, ഒരു ജില്ല വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും അതിലൂടെ ധനസമാഹരണം നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ധനസമാഹരണത്തിൻ്റെ ഒരു വലിയ വിഭാഗം ആരോഗ്യമേഖല അടക്കമുള്ളവയ്ക്ക് നമുക്ക് നൽകാൻ കഴിയുകയുള്ളൂ. പക്ഷേ ആരോഗ്യമേഖലയെ സംബന്ധിച്ചിട്ട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സർക്കാർ ഓഫീസിലേക്ക് ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി, ഒരു ഫയൽ നീക്കുന്നതിന് വേണ്ടി ഒരു വൃദ്ധൻ ചെന്ന് നിൽക്കുന്നു, അയാൾക്ക് മണിക്കൂറോളം കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്ന ഒരു സമ്പ്രദായമുണ്ടല്ലോ. അതിനേക്കാൾ 10 മടങ്ങ് ഇരട്ടി മനോവിഷമം ഉണ്ടാക്കുന്നതാണ് രോഗം ബാധിച്ച ഒരു വ്യക്തി ആ രോഗത്തിൻ്റെ വേദനയിൽ നിന്ന് മുക്തമാവുന്നതിന് വേണ്ടി OP ടിക്കറ്റിൻ്റെ അതിൽ ക്യൂവിൽ നിൽക്കുന്നത്, അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഏറ്റവും അധികം മനോവേദന ഉണ്ടാകുന്ന ഒന്നാണ് ആരോഗ്യമേഖലയുടെ ഏറ്റവും അടിസ്ഥാന തലത്തിൽ ഉണ്ടാകുന്ന പാകപ്പിഴവുകൾ ഉണ്ടാക്കുന്ന വേദന എന്ന് പറയുന്നത്, മറ്റ് മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി. അപ്പോൾ ഒരു ഭാഗത്ത് അതിനൊരു ശമനം ഉണ്ടാക്കണം. പക്ഷേ അതിൽ മാത്രം ശ്രദ്ധയർപ്പിച്ചാൽ ഈ ആരോഗ്യ മേഖലയിലെ വലിയ വലിയ അത്യാധുനിക ടെക്നോളജികൾ കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങൾ നടക്കുകയില്ല. അപ്പോൾ ഒരേ സമയത്ത് ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ബുദ്ധിയും, ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചറും, ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണവും ഒരു ഭാഗത്ത് നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് അതേസമയം സമാന്തരമായിട്ട് നമ്മുടെ ആരോഗ്യ മേഖലയിൽ അത്യന്താധുനികമായിട്ടുള്ള നവീനമായിട്ടുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കലടക്കമുള്ള പ്രക്രിയയും നടക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് 2030 പാലക്കാട് ജില്ലയുടെ ആരോഗ്യ മേഖലയെ എങ്ങനെയാണ് താങ്കൾ മനസ്സിൽ കാണുന്നത്?